ഓക്കെ ഫൈൻ. അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? പ്രതീക്ഷ. പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താവില്ല, ഒരിക്കലും ഒറ്റക്ക് നിൽക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, പ്രതീക്ഷ എന്ന് പറയുന്നതിന്റെ കൂടെ ഉണ്ടാവുന്ന രണ്ട് കൂടപ്പിറപ്പുകൾ എന്ന് പറയുന്ന പോലെ ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ പ്രതീക്ഷയുടെ കൂടപ്പിറപ്പുകൾ ആരൊക്കെയാണ്? ജസ്റ്റ് ആർക്കെങ്കിലും ഗസ് ഉണ്ടാവും? നിങ്ങൾ മെസ്സേജ് അയക്കാട്ടോ. മൈൻഡ് സെറ്റ്. ഓക്കെ, മടിയും പ്രതീക്ഷയും തമ്മിൽ എന്താ ബന്ധം? ഫെയ്ത്ത്. യെസ്, യാ. പ്രതീക്ഷ എന്ന് പറയുന്ന അവസ്ഥ നമ്മിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വിശ്വാസം വേണം. വിശ്വാസവും ക്ഷമയുമാണ് പ്രതീക്ഷയുടെ കൂടപ്പിറപ്പ്. അല്ലെങ്കിൽ വിശ്വാസം പ്ലസ് ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷ എന്ന് വിളിക്കാം, അങ്ങനെയും വിളിക്കാം. ഓക്കെ, വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സെൽഫില് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു കോൺഫിഡൻസും ഇല്ല, ഒരു വിശ്വാസവും ഇല്ല, സെൽഫിലൊരു വിശ്വാസം ഇല്ല, അങ്ങനെയുള്ള വ്യക്തികൾ ഒരിക്കലും അവരുടെ വായിൽ നിന്നും ജീവിതത്തിനോട് ഒരു പ്രതീക്ഷയുള്ള രീതിയിലുള്ള സമീപനം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. എപ്പോഴും അവരവരുടെ സെൽഫിനെ കുറ്റപ്പെടുത്തും, അവരുടെ ജീവിതത്തിനെ കുറ്റപ്പെടുത്തും. അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ, മറ്റു വ്യക്തികളെ എല്ലാം അവരിങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അവരെപ്പോഴും എന്താ ചെയ്യാ, എവിടെയൊക്കെയാണോ കംപ്ലൈന്റ്സ് പറയാനുള്ളത് അത് മാത്രം ഫോക്കസ് ചെയ്ത് അതിലേക്ക് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ കയറിയിട്ടുള്ള എല്ലാവരും അങ്ങനെയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കൽ അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും എവിടെയോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ആ ഒരു മോഡിൽ നിന്ന് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് മാറാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും ഇപ്പൊ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെൽഫിനെ നമ്മൾ വിശ്വസിച്ച് തുടങ്ങുമ്പോ, അല്ലെങ്കിൽ ഓക്കെ ഞാൻ വർക്ക് ചെയ്യാൻ റെഡി ആവുമ്പോ, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമ്പോ അതിന്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അവിടെ എന്ത് വേണം? എന്നിലൊരു വിശ്വാസം വേണം അല്ലേ? വിശ്വാസം വേണം അല്ലേ? ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പൊ എനിക്കിപ്പം എന്റെ സ്റ്റോറി മാത്രമേ പറയാൻ പറ്റുള്ളൂ, എനിക്ക് അല്ലാതെ വേറുള്ള ആളുകളുടെ സ്റ്റോറി കടെടുത്ത് പറയാൻ പറ്റുള്ളല്ലോ. ഞാനെന്ന് പറയുമ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ ഒട്ടും പ്രതീക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 10th ഗുസ്തി എന്നൊക്കെ പറയാം. +1 എക്സാം എഴുതിയിട്ടുണ്ട്, പക്ഷെ ആ ഒരു സമയം തന്നെ ആയിരുന്നു കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പല ആളുകൾ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ടും പഠിപ്പിക്കാൻ ആരുമില്ല എന്നുള്ള രീതിയിലും എനിക്ക് ആഗ്രഹം ഇല്ലായിട്ടില്ലല്ലോ, വേറൊരാളില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെയും പഴി പറഞ്ഞ് സ്വയത്തിനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാല് മക്കള് ചെറുതാണ്. ഇപ്പൊ ഇവിടെ ആളുണ്ടോ എന്നുള്ളത് അറിയില്ല, നേരത്തെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു പേര്. ഓക്കെ, അനിയത്തിയുണ്ട്. ഓക്കെ, എന്നാ എനിക്ക് തോന്നുന്നു അനിയത്തി 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് തോന്നുന്നുണ്ട്. അപ്പൊ ആള് ഇപ്പൊ നിങ്ങൾ ചിലപ്പോ പോസ്റ്റർ ഒക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ അദിലിയാസിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു രീതിയിൽ ആളെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇത് അനിയത്തി തന്നെയാണ്. അപ്പൊ അന്ന് എന്ന് പറയുമ്പോൾ ആള് 7ലാണോ 8ലാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാനും അവള് നമ്മൾ 10 വയസ്സ്, ഓൾമോസ്റ്റ് ഒരു 10 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അന്ന് അവള് പറയും, നിങ്ങൾ എന്തിനെങ്ങനെ കരഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഇനിയും പഠിക്കാലോ, പഠിക്കാനുള്ള സാഹചര്യങ്ങളില്ലേ എന്നുള്ള രീതിയിലൊക്കെ ആ കുട്ടി അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, കിച്ചണിൽ ഇരുന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മക്കൾക്ക് കുഞ്ഞു കസേര ഉണ്ട്, 2 പെൺകുട്ടികളാണ്. ഈ 2 ആ കസേരയിൽ ഇരുത്തി കഴിഞ്ഞിട്ട് ഞാൻ ആ നമുക്ക് കിച്ചന്റെ ആ ഒരു നമ്മളിവിടെ എന്താ പറയാ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ ആ കിച്ചന്റെ കബോർഡിന്റെ മേലെ കയറി ഇരുന്നിട്ട് കുട്ടികൾ രണ്ടാളെ ആ കസേരയിൽ ഇങ്ങനെ പറയും, പല കാര്യങ്ങൾ പറയും. അപ്പൊ ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആരൊക്കെ ഹാരി പോട്ടർ ഫിലിം കണ്ടിട്ടുണ്ട്? ഹാരി പോട്ടർ പുസ്തകമോ ഫിലിമോ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഹാരി പോട്ടർ? അത് എഴുതിയിട്ടുള്ള റൈറ്ററിന്റെ സ്റ്റോറി അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? യെസ്, വായിച്ചിട്ടുണ്ട്. ഓക്കെ, അടിപൊളി സ്റ്റോറിയാണ്. അടിപൊളി സ്റ്റോറി പറയുമ്പോൾ അടിപൊളി സ്റ്റോറിയാണ്. നമ്മളുണ്ടല്ലോ തീർച്ചയായിട്ടും അതുപോലെയുള്ള ആളുകളുടെ സ്റ്റോറികൾ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് പോലും എന്താവും അറിയോ, ഒരു കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടും. അതേപോലെ തന്നെ എനിക്കും അതേപോലെ ആവാൻ പറ്റുന്നുള്ള ഒരു ചിന്തയും വിശ്വാസവും വരുന്നതാണ്. അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എനിക്ക് 33 ആണ്. ഒരു എന്താ പറയാ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾ എന്ന് പറയുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ്
ഈ ഒരു ചോദ്യം എൻ്റെ അടുത്ത് അവള് ഇവിടെ നിൽക്കാൻ വന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്റെ കൂടെ നിൽക്കാൻ വന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, താത്തക്ക് ഇനിയും പഠിക്കാനുള്ള ഓപ്ഷൻസ് ഇല്ലേ, പ്ലസ് ടു ചെയ്താലോ, പ്ലസ് ടു ചെയ്തിരിക്കാം, പല കാര്യങ്ങളും ഇനിയും പഠിക്കാലോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്റെ ലൈഫേ അവസാനിച്ചു എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. മീൻസ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. 19 വയസ്സ് തൊട്ടിട്ട് നിനക്ക് 2 പെൺകുട്ടികളല്ലേ, നിന്റെ ലൈഫ് തീർന്നു, ഇനി മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കേണ്ടത്, പല ആളുകളും ചോദ്യം കേൾക്കാറുണ്ട്. ഐ തിങ്ക് 2 ദിവസം മുമ്പ് ഒരാൾ കണക്ട് ചെയ്ത സമയത്തും എൻ്റെ അടുത്ത് അവര് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മാം പലപ്പോഴും ഉണ്ടല്ലോ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം അതാ, മക്കൾക്ക് വേണ്ടിയിട്ട് നിനക്ക് ജീവിച്ചൂടെ, നിന്റേത് കഴിഞ്ഞില്ലേ. അത് 19 ആയിക്കോട്ടെ, 30 ആയിക്കോട്ടെ, 60 ആയിക്കോട്ടെ, 60 ആണെങ്കിൽ പോലും നമ്മുടെ ആയുസ് കഴിഞ്ഞോ, ജീവിതം കഴിഞ്ഞോ, അത് പറയാൻ ബാക്കിയുള്ള ആളുകൾക്ക് എന്താണ് അവകാശം? അതില്ലാലോ. മക്കൾ വന്നു വെച്ചിട്ട് നമ്മുടെ ലൈഫ് തീരോ? ഇല്ല. 1 അല്ല 10 അല്ല, എത്ര മക്കളുണ്ടെങ്കിലും നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോൾ അത് പക്ഷെ നമുക്ക് തന്നിട്ടുള്ളതാണ് അല്ലെ. നമ്മുടെ ലൈഫ് എന്ത് ചെയ്തു എന്നുള്ളത് നമ്മളോടല്ലേ ചോദിക്കുള്ളൂ. കുട്ടികൾ വന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സ്ക്യൂസ് പറയാൻ വേണ്ടി പറ്റുമോ? അപ്പൊ നിങ്ങൾക്ക് പല ആളുകൾക്കും അറിയുന്ന കാര്യം, നമ്മൾ സോൾ ഫീഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടി ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിൽ പല ആളുകളുടെയും പ്രശ്നമാണ് പലപ്പോഴും നമസ്കാരം കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കുഞ്ഞു മക്കളുള്ള ഉമ്മമാർക്ക് ഭയങ്കര സങ്കടം, മക്കളുള്ളതുകൊണ്ട് കറക്റ്റ് സമയത്ത് നമസ്കരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പേഴ്സണലി മെസ്സേജ് വരാറുണ്ട്. അപ്പൊ ഞാൻ പറയും, ആ ഒരു സമയത്ത് നിങ്ങളെ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത് ആ മക്കളെ നോക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് നമസ്കാരത്തിൽ ഫർലാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനല്ല പറയുന്നത്, അത് നിങ്ങൾ ചെയ്യണം. അതിനോടൊപ്പം തന്നെ അവിടെ നിങ്ങൾക്ക് എന്തുണ്ട്, അവിടെ നിങ്ങൾക്ക് എളുപ്പം നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഫുൾ ടൈം ഖുർആൻ ഓതി ഇരുന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായാൽ മതി. പക്ഷെ എനിക്ക് അത്ര ആഗ്രഹം ഉണ്ട്, പക്ഷെ ഉണ്ടല്ലോ കുഞ്ഞിനെ നോക്കുക, അല്ലെ കുഞ്ഞ് നമസ്കരിക്കുന്ന സമയത്ത് കുഞ്ഞ് കരയുന്നുണ്ടെങ്കിൽ അല്ലെ നമുക്ക് സ്പീഡിൽ നമസ്കാരം കഴിച്ചിട്ട് കുഞ്ഞിനെ വേഗം എടുക്കാന്നുള്ളത്. അല്ല ദിക്റ് ദുആ ചെയ്ത് ഖുർആനും കഴിഞ്ഞിട്ട് ഞാൻ കുട്ടീനെ എടുക്കുള്ളൂ പറഞ്ഞ് വാശിക്കാൻ പറ്റൂല അല്ലെ. അപ്പൊ നമുക്ക് അവിടെ എന്തുണ്ട്, അവിടെ അത്രത്തോളം കാരുണ്യം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അവിടൊക്കെ എളുപ്പമുണ്ട്, നമുക്ക് ഒരുപാട് എളുപ്പങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോ ഈ രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ പറയാ, നമ്മുടെ ലൈഫിലേക്ക് പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് വാതിലുകൾ നമുക്ക് മുന്നിൽ തുറന്നിട്ട് തന്നിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ഒന്ന് എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളത് നോക്കാറില്ല. ഈ പറഞ്ഞ പോലെ തന്നെ എന്നിലെ പ്രതീക്ഷ ശരിക്കും തട്ടിയുണർത്തിയിട്ടുണ്ടായത് ആ ഒരു ചോദ്യമായിരുന്നു, ഇതിൽ ചെയ്തൂടെ. ആ ജെ.കെ. റോളിങ്ങിന്റെ സ്റ്റോറി പറഞ്ഞു തരുന്നുണ്ട്, ഹാരി പോട്ടർ എന്നുള്ള ഫിലിം, ആ ഒരു സ്റ്റോറി കൂടി ആളെന്താക്കുന്നുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ജെ.കെ. റോളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീ എന്താ പറയാ ഡിവോഴ്സ് ആവുന്നതാണെങ്കിലും അതിനുശേഷം കുഞ്ഞിനെ നോക്കുന്നതാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ മോട്ടിവേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം തന്നെ ഞാൻ കാണുന്നത്. അതുവരെ അങ്ങനത്തെ ഒരു സംഭവമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്കൊക്കെ വരുന്നതിന് എത്രയോ വർഷം മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ഒരു സ്ത്രീയുടെ മോട്ടിവേഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ മുനീബ മസാരിന്റെ ആയിരുന്നു. അന്ന് ആളങ്ങോട്ട് കയറ്റി ഹീറോ ആക്കി അങ്ങോട്ട് കൂടെ കൂട്ടി. ഓ, മുനീബ മസാരിക്ക് ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ എനിക്കും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അവിടെ എന്ത് വരാണ്, ഒരു വിശ്വാസം ഉള്ളിലിട്ട് കൊടുക്കുകയാണ്. ആ വിശ്വാസത്തിൽ നിന്നിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയത്ത് വളരെയധികം പ്രതീക്ഷ അവിടെ എന്തായി, കിളിർത്ത് വന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് പ്രതീക്ഷയോടുകൂടി എന്തെങ്കിലും പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? വിശ്വാസം വേണം, പ്ലസ് ക്ഷമ വേണം. നമ്മൾ ഒരു വിത്ത് കുഴിച്ചിട്ടു, ഓക്കെ, ഞാനൊരു വിത്ത് കുഴിച്ചിടാണ്, ഇന്ന് കുഴിച്ചിട്ടു, ഒരിക്കലത് വളരും, അതിൽ കായ്ക്കനികൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നാളെ തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ വാശിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ആ വിത്തിന് അല്ലെ മുള പൊട്ടി പുറത്തേക്ക് വരാനും അതിൽ ഇലകൾ വരാനും അത് പതിയെ വളർന്ന് ചെടിയാവാനും ചെടി മരമാവാനും അത് കായ്ക്കാനും അല്ലെ അതിനുള്ള സമയം നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും പാരന്റ്സിനാണെങ്കിലും നമുക്കാണെങ്കിലും മീൻസ് നമ്മുടെ കേസിലാണെങ്കിലും നമ്മുടെ മക്കളുടെ കേസിലാണെങ്കിലും ഒക്കെ നമുക്ക് വരുന്ന തെറ്റ് എവിടെ അറിയോ? നമുക്ക് ക്ഷമയില്ല, നമുക്ക് ഒട്ടും ക്ഷമയില്ല. നമ്മളെല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഈ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ അല്ലെ, ഇൻസ്റ്റന്റ് കോഫി, ഇൻസ്റ്റന്റ് നൂഡിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന അതേ രീതിയിൽ റിസൾട്ടുകളും നമ്മൾ എപ്പോഴും ഇൻസൾട്ട് ആയിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നിരാശ വരുന്നത്. മനസ്സിലായോ? അവിടെയാണ് നിരാശ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പ്രതീക്ഷ എന്ന് പറയുന്ന കാര്യം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്നുള്ളതാണ്. ആരിൽ വിശ്വാസം ഉണ്ടോ? നിങ്ങളിൽ വിശ്വാസമുണ്ടോ? നിങ്ങളിൽ വിശ്വാസമുണ്ടോ?
ഈ ലോകത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ വരുന്ന സമയത്ത് ഇപ്പൊ നമ്മളിവിടെ സുഖിച്ച് ജീവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കയ്യിലുണ്ടായിരുന്നോ? ഇപ്പൊ നമ്മളില്ലേ, നമുക്കറിയാം നമ്മളൊക്കെ കല്ലുകൊണ്ട് തീർത്തിട്ടുള്ള ഒരു നില ആയിക്കോട്ടെ 2 നില ആയിക്കോട്ടെ, പല രീതിയിൽ പല മുഞ്ചില് പല നല്ല നല്ല ചൊറുക്കിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വീട്ടിൽ നമ്മൾ താമസിക്കുന്നുണ്ട് അല്ലെ. ഇല്ലേ? പണ്ടെങ്ങനെയായിരുന്നോ? അല്ല. മനുഷ്യൻ എവിടെയായിരുന്നു? വനങ്ങളിൽ താമസിച്ചു. ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ഗുഹകളില് അല്ലെ, മരത്തിന് മുകളില് ഒക്കെ ഇല്ലായിരുന്നോ മനുഷ്യന്മാര് ജീവിച്ചിട്ടുണ്ടായിരുന്നത്? അവിടെ നിന്ന് വീണ്ടും 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 അവൻ എന്താക്കാണ്, ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് വന്നു അല്ലെ. ആ ഒരു രീതിയിൽ അവൻ അവിടെ എന്താക്കാണ്, ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ആദ്യമായിട്ട് ഇതൊക്കെ കണ്ടുപിടിച്ച ആൾക്കാർ വിചാരിക്കാൻ ഇങ്ങനെയൊക്കെ പോയാ പോരെ എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാരും ഇതേപോലെ ഉണ്ടാവോ? ഉണ്ടാവോ? ആദിമ മനുഷ്യന്മാര് ജീവിച്ച അതേ കോലത്തില് നമ്മൾ ജീവിക്കേണ്ടി വരില്ലായിരുന്നോ? ഒരു പക്ഷേ ഭാഷ പോലും വരില്ല എന്നുള്ളതാണ് അല്ലെ. നമുക്കറിയാം അല്ലെ, തീയുടെ കണ്ടുപിടുത്തം അല്ലെ, അതുപോലെ തന്നെ ഓരോരോ ഇരുമ്പിന്റെ കണ്ടുപിടുത്തം, ഇങ്ങനെ ഓരോരോ യുഗങ്ങളില് നമുക്കറിയാം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെ, ഒരുപാട് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം എന്താ? മനുഷ്യൻ വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് അവിടെ പ്രവർത്തിച്ചത് കൊണ്ടല്ലേ? അല്ലേ? ചിലപ്പോഴെങ്കിലും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടോ എന്നുള്ള അറിയില്ല, ചിലപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ കാട് ഇങ്ങനെ കേറി 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 വെറുതെ ഇരിക്കുന്ന സമയത്ത്, കാട് കയറി ചിന്തിക്കുന്ന സമയത്ത് ഈ സ്ഥലങ്ങൾക്കൊക്കെ ആരെയും പേരിട്ട എന്നുള്ള രീതിയിൽ ചിന്തിക്കലുണ്ട്. അങ്ങനെ കുറച്ച് വട്ടുകൾ ഉണ്ടാവല്ലോ അല്ലെ. ഇപ്പൊ ആര് ഈ സ്ഥലത്തിന് പേരിട്ടത്? അല്ലെങ്കിൽ മത്സ്യങ്ങൾക്ക് ഇപ്പൊ മത്തി ആയില്ല, ഇതിനൊക്കെ ഇപ്പൊ ആരെയൊക്കെ പേരിട്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ ആരെയും ചിന്തിക്കലുണ്ടോ എനിക്കറിയില്ല, എന്റെ ഉള്ളിൽ വരാറുണ്ട്. അതേ രീതിയിൽ ചില സമയത്ത് ഇത് എന്തിനാ ശരിക്കും ഇപ്പൊ ഈ വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്? പണ്ടത്തെ ആൾക്കാർ ജീവിക്കണ പോലെയാണ് എന്ത് തോന്നി. ആ ഒരു രീതിയിലൊക്കെ നമ്മൾ, പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, അവരിവിടെ ഒരു മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മള് പണ്ടത്തെ സിനിമ എന്താ പറയാ, മൗഗ്ലിയുടെ ഫിലിമൊക്കെ കാണുമ്പോ അതിലുള്ള ആ കുട്ടീന്റെ പോലെ മുടിയൊന്ന് കണ്ടിട്ട് ആണും പെണ്ണും എല്ലാം ഒരേ കോലത്തിൽ ചിലപ്പോ നടക്കുന്നുണ്ടാവും. നമ്മളൊക്കെ ആ ഒരു കോലത്തിലൊന്ന് ചിന്തിച്ചു നോക്കി, കയ്യിലൊരു കുന്തം പിടിച്ച് ഞാൻ ഓടാണ് മാനിന്റെ പിറകെ, അപ്പൊ അപ്പുറത്തുനിന്ന് സജ്ജിൽ ഓടി വരുന്നു വേറെന്തോ മൃഗത്തിനെ പിടിക്കാൻ, ആ ഒരു കോലത്തിലൊക്കെ ആയിരിക്കൂലേ. അപ്പൊ ഇത്രയും ഈ ഒരു ഭൂമിയില് ഇത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താ? ആ ഒരു മനുഷ്യന്റെ ഉള്ളിൽ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു സംഭവം നിക്ഷേപിച്ചത് കൊണ്ടല്ലേ? അല്ലേ? ഇവിടെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി ഇല്ലേ? കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഏതൊരു വസ്തുവും എന്താണ് ഇവിടെ ഇല്ല, ഉണ്ടേനോ? ഇല്ല. വൈദ്യുതി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അത് എന്തായിരുന്നു? പച്ചക്കള്ളമായിരുന്നു. ഫോണ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പച്ചക്കള്ളായിരുന്നു. നമുക്കറിയാം പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ ഇരുമ്പ് സംസാരിക്കാന്ന് പറയുമ്പോ കിയാമത്തിന്റെ അലാമത്താണെന്നല്ലേ പറയല് അല്ലെ. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് മീൻസ് ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു 20 വർഷം പിറകോട്ടേക്ക് ഉള്ള ഉമ്മമാര് പറയാണ് പരസ്പരം ഒരു ഡിവൈസിന്റെ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ കണ്ട് സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവരെന്താ പറയാ? വിശ്വസിക്കുമോ? ഇല്ല. ഇന്ന് നമ്മൾ എന്താക്കും? എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. എലൺ മസ്ക് എന്താ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കും. വൈ? നമ്മൾ ഇങ്ങനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ മനുഷ്യൻ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് എന്താണ്? അവന്റെ ഉള്ളിലുള്ള ആ ഒരു പ്രതീക്ഷ തന്നെയാണ്. കൂടുതൽ ഇവൻ ഐഫോൺ പോലും ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര വേർഷൻസ് ആണല്ലേ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത്. ഇനിയൊന്നും അപ്ഡേഷൻ ഒന്നും വരാനില്ല എന്നാ പറയണേ ഐഫോണിലൊക്കെ. ഇനി ഒരു അപ്ഡേഷൻസ് കാര്യങ്ങളൊന്നും വരാനില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ആ ഒരു രീതിയിൽ മനുഷ്യന്മാർ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താ? എനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അവർക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് അവരതിന് മുകളിൽ പ്രവർത്തിക്കാൻ തയ്യാറാവുന്നത് കൊണ്ട് മാത്രമാണ് അല്ലെ. പക്ഷെ നമ്മുടെ കേസിലേക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു വിശ്വാസം ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു വിശ്വാസം ഇല്ലാത്തത്? നമുക്ക് ആ ഒരു പ്രതീക്ഷ ഇല്ലാത്തത്? നമ്മുടെ സ്വന്തം ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും സെഷനിൽ കുറെ ചിന്തകളെ കുറിച്ചിട്ടും ആ ചിന്തകൾ കൊണ്ട് മനുഷ്യൻ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ള വിപ്ലവങ്ങളെ കുറിച്ചിട്ടും പറഞ്ഞതിന് ശേഷം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ വിമാനമൊന്നും കണ്ടുപിടിക്കേണ്ട, നിങ്ങളുടെ ലൈഫിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്കൊന്ന് മാറ്റാൻ പറ്റുമോ? അതിന് നമുക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ്? ആരാണ് നമ്മുടെ ലൈഫിന് ബോർഡർ കിട്ടിയിട്ടുള്ളത്? ആരാ? ദൈവമാണോ? അല്ല. സെൽഫ് പൾസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എത്ര പേരുണ്ടെന്ന് അറിയില്ല. ലാസ്റ്റ് ഡേയിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വിധിയുടെ യജമാനൻ നിങ്ങൾ തന്നെയാണ്.
തീർച്ചയായിട്ടും ദൈവത്തിന്റെ വിധി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് പല പല കാര്യങ്ങളില് തീരുമാനമെടുക്കാനും പ്രവർത്തിക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കൂടി ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ മാന്ത്രികത ലഭിക്കുന്നല്ല പറഞ്ഞത്. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കണ സമയത്ത് ആ പ്രവർത്തനത്തില് നമുക്ക് പൂർണ്ണ വിശ്വാസവും ശക്തിയും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പ്രാർത്ഥന കൊണ്ട് മായാജാലം ഉണ്ടാവും എപ്പോ? നമ്മൾ പ്രവർത്തിക്കുകയും കൂടി വേണം. മനസ്സിലായോ? നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ സ്വയം ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ ലൈഫ് ഇങ്ങനെ ആയില്ലേ, കമ്പാരിസൺ അല്ലെ, നിന്റെ ലൈഫ് ഇങ്ങനെ ആയി, നിന്റെ ലൈഫ് ഇങ്ങനെ ആയി, ബാക്കിയുള്ള ആളുകളുടെ ലൈഫ് ഇങ്ങനെ, ഇത് ഇങ്ങനെ എന്നിട്ട് നമ്മളിങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കൽ പോലും എന്റെ പവർ എന്ത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. എനിക്ക് എന്ത് പറ്റും, എനിക്ക് എന്ത് പറ്റും, എനിക്ക് എന്ത് പറ്റും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഏജ് എത്രയെന്നുള്ളത് പ്രശ്നമല്ല. 60 ആണോ 70? നമ്മുടെ പുതിയ പ്രൊജക്ട് വരുന്നുണ്ട്, സ്പാർക്കി സ്പൈസ്. കയറിയിട്ടുണ്ടോ? എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പില്? കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ചെറുപ്പക്കാരികൾക്കൊക്കെ കണ്ടീഷൻ ഉണ്ട് അവിടെ. പക്ഷെ ഉമ്മമാരെ കൂടിയാണ് പ്രാവശ്യം നമ്മൾ ഉമ്മമാരെയും അമ്മൂമ്മമാരെയും ഒക്കെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാം, നമുക്കൊക്കെ എന്ന് പറയുമ്പോൾ അത്ര ഇഷ്ടമായിരിക്കും അല്ലെ. ആലോചിച്ച് നോക്കൂ, നമുക്ക് വേണ്ടി ഞാൻ പറഞ്ഞു, ഇപ്പോ ഈ ഒരു ജനറേഷനിൽ എന്ന് പറയുമ്പോൾ ഈ ഫോണിൽ നോക്കിയിട്ട് നമ്മളൊന്ന് ഡെസ്പ് ആവുന്ന സമയത്താണെങ്കിലും നമുക്ക് കയറിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സെൽഫിനെ അറിയാൻ വേണ്ടി മോട്ടിവേഷൻ വീഡിയോസോ അല്ലെങ്കിൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്ന് സെൽഫിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മുടെ ഉമ്മമാരെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ജോലിക്ക് പോയിട്ടുള്ള ആളുകൾക്ക് പിന്നെയും കുറച്ചൊരു ലോകവിവരം. എന്നാൽ വീടിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടി അവരുടേതെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 14 വയസ്സിലും 15, 16 വയസ്സിലൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും അല്ലെ. അവർ പിന്നീട് എന്തിനു വേണ്ടിയിട്ടാണ് ജീവിച്ചത്? നമുക്ക് വേണ്ടിയിട്ട് അല്ലെ. നമ്മുടെ കൂടെ കുറച്ച് ആളുകളും കൂടി ഉണ്ടാവും. ആ ഗ്യാങ്ങിനെ പോറ്റി വളർത്താൻ വേണ്ടിയിട്ട് അവരെന്താക്കി? അവരുടെ സുഖങ്ങള് കാര്യങ്ങളൊക്കെ അവിടെ മാറ്റി വെക്കാം. അവർക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അവർ കിട്ടിയില്ല. അതേപോലെ ആവണോ നിങ്ങൾക്ക്? അതേപോലെ ആവണോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ആക്ഷൻ എടുത്തിട്ട് എന്തൊരു മാറ്റം അവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്നാൽ ആ ഒരു രീതിയിൽ ഇനിയിപ്പം വേണമെന്ന് വിചാരിച്ചാലും മാറ്റം കൊണ്ടുവരാനൊക്കെ പറ്റും. അത് അവർ കൂടി വിചാരിക്കണം. എന്നിരുന്നാൽ പോലും അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വരാൻ എല്ലാ കാര്യങ്ങളിലും ഒന്ന് ആലോചിക്കുക. എപ്പോഴും അധികം ഉമ്മമാരുടെ മുഖത്ത് ഒരു സങ്കടം ഉണ്ടാവും അല്ലെ. എന്തായിരിക്കും അവരെ കുറിച്ചിട്ടല്ല അവർക്ക് ടെൻഷൻ. അവരുടെ മക്കളുടെ ജീവിതത്തെ കുറിച്ചിട്ടാണ് അല്ലെ. അവരെ കുറിച്ചിട്ടല്ല അവർക്ക് പ്രശ്നം, അവരുടെ മക്കളുടെ ജീവിതത്തെ കുറിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഉമ്മമാരെ അമ്മമാരൊക്കെ ഒന്ന് ആലോചിക്കുക. നിങ്ങൾ സെൽഫ് പൾസിൽ വരുന്ന സമയത്ത് നിങ്ങൾ വന്നിട്ട് ഈ ഒരു 21 ദിവസം കൊണ്ട് എന്താണ് ഷിഫ്റ്റ് ഉണ്ടായത് എന്നുള്ളത് അറിയാം. അവിടെ സെൽഫ് പൾസത്തെ ആ ഒരു ചലഞ്ചുകളോ കാര്യങ്ങളോ ഒന്നുമല്ല കൊടുക്കാൻ വേണ്ടി പോണേ. അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു കുഞ്ഞായിട്ടിരിക്കാൻ എങ്ങനെയാ ആ ഒരു ലെവലിൽ എങ്ങനെ അലമ്പ് കളിക്കാം അതാണ് പഠിപ്പിക്കാൻ വേണ്ടി പോണത്. ധൈര്യമുള്ള ആൾക്കാർ ഉമ്മമാരെ കൊണ്ടുവന്നാണ്ടിട്ടോ. അത് ആദ്യം തന്നെ പറയാം. മഹിത മാമിനോട് ഞാൻ പറയണ പോലെ ഓരോ വീട്ടിലും ഓരോ പ്രാന്തമാർ, അതാണ് ലക്ഷ്യം എന്ന് പറഞ്ഞ പോലെ ഉമ്മമാരൊക്കെ പിടിച്ചിട്ട് ആ ഒരു സൈസിലേക്ക് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കുഞ്ഞു മക്കളെ, നമുക്ക് എന്തുകൊണ്ടാണെന്നറിയോ വിശ്വാസം പ്രതീക്ഷയൊക്കെ വിശ്വാസം പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാൻ കാരണം എന്താ അറിയോ? നമ്മൾ നമ്മളോട് പറഞ്ഞ കാര്യത്തിലേക്കെല്ലാം ശ്രദ്ധിക്കണം. നമ്മളോട് ഈ ഭൂമിയിലേക്ക് നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് തന്നെ വിട്ടു തന്നോ എന്ന് പറഞ്ഞിട്ടാ ദൈവം വിട്ടത്. തവക്കുൽ പോ, അവിടെ പോയിട്ട് എൻജോയ് യുവർ ലൈഫ് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. നമ്മുടെ പ്രശ്നം എന്താ അറിയോ? നമുക്ക് തവക്കുൽ ചെയ്യാറില്ല. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളെ തലയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, സെൽഫിന്റെ അത്രയും വിശ്വാസമില്ല ദൈവത്തിന്. ദൈവത്തിന് ഒട്ടും വിശ്വാസമില്ല. ദൈവത്തിന് വിശ്വാസമുള്ള ആളുകൾക്കുണ്ടല്ലോ ലൈഫിൽ പേടി ഉണ്ടാവില്ല. മുന്നിൽ ആന വന്ന് നിന്നാ പോലും ആന വന്നാ ഓടണോ, പക്ഷെ പേടി ഉണ്ടാവില്ല. എനിക്ക് ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ പറയാം. ഓക്കെ, ഒരു ദൈവവിശ്വാസിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യൻ. ഓക്കെ, ഒരു കഥ ആണേ. കഥയിൽ ചോദ്യമില്ലേ, ഇനിയിപ്പോ ഇതിനിടയിൽ മെസ്സേജ് അയച്ചിട്ടൊന്നും ചോദിക്കാൻ നിൽക്കണം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ വിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യൻ, തോണിക്കാരനാണ് ആള്. ഇങ്ങനെ തോണിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളത്തിലേക്ക് എന്താണ് ആ തോണി മറിഞ്ഞു വീഴാണ്. തോണി മറിഞ്ഞു വീണ സമയത്ത് അദ്ദേഹം വെള്ളത്തിലായി.
അദ്ദേഹം നല്ല നടുക്കടലിലാണ് വീണിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുക, ദൈവത്തിന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ രക്ഷിക്കണേ, ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ചെറിയൊരു ബോട്ട് അതിലേ വരും. അതിലേ വന്നിട്ട് അദ്ദേഹം പറയും വരൂ ബോട്ടിൽ കയറൂ എന്ന് പറയും. അപ്പൊ അവര് പറയും വേണ്ട വേണ്ട, ഞാൻ ദൈവത്തിനും പ്രാർത്ഥിച്ചിരിക്കുന്നു, ദൈവം എന്നെ ഒന്ന് രക്ഷിക്കുന്നു. ഓക്കെ, കൂട്ടുകാരൻ കുറേ പറയും കേറൂ കേറൂ. ഇല്ല, ദൈവത്തിനെ ഞാൻ വിളിച്ചിരുന്നു, ദൈവം എന്നെ രക്ഷിക്കാൻ വേണ്ടിട്ട് പ്രത്യക്ഷപ്പെടും. എനിക്ക് അത്രയും ദൈവത്തിന് വിശ്വാസമാണ്. ഓക്കെ, അവൻ എന്താക്കും, ആ കൂട്ടുകാരൻ പോകും. അയാള് കുറെ നേരം വെള്ളത്തിൽ കൊടുക്കും, അയാള് മരിക്കും. അയാള് മരിച്ചിട്ട് പരലോകത്തിൽ എത്തുന്ന സമയത്ത് ദൈവത്തിന് വയ്ക്കും, എന്നാലുണ്ടോ ദൈവേ, നീ ഒരു ചതി എന്നോട് ചെയ്യിപ്പിച്ച, ഞാൻ നിന്നെ അത്രയും വിശ്വസിച്ചില്ലേ, നീ എന്നെ വന്ന് രക്ഷിക്കുന്ന ഞാൻ അത്രയും വിശ്വസിച്ചില്ലേ, പക്ഷെ നീ വന്നില്ലാലോ. ദൈവം തിരിച്ചു പറയുന്നുണ്ട്, ആ ബോട്ടിൽ നിന്നെ രക്ഷിക്കാനുള്ള ആളെ പറഞ്ഞയച്ചത് ഞാനല്ലേന്നോ, എന്തുകൊണ്ട് നീ ആ ഒരു ബോട്ടിൽ കയറിയില്ല. അപ്പൊ ദൈവം നേരിട്ട് വന്നിട്ട് മുന്നിൽ വന്നിട്ട് അങ്ങനെയല്ല, നമ്മിലേക്ക് ആളുകളെ അയക്കുക ചെയ്യാം. ഒരു പക്ഷേ നിങ്ങളിപ്പൊ കേൾക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ, ഈ സൗണ്ട് ചിലപ്പോൾ ഷിറിൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടേതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് മാറി ചിന്തിക്കാൻ വേണ്ടി നിങ്ങളുടെ ദൈവം, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണെങ്കിലും ആ ദൈവം തന്നിട്ടുള്ള വലിയൊരു ചാൻസ് ആയിരിക്കും. ദൈവത്തിന് പറയാനുള്ള കാര്യമായിരിക്കും ഒരു പക്ഷെ എന്റെ സൗണ്ടിലൂടെ നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളോട് ചോദിക്കുകയാണ്, മക്കളെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും, പ്രാർത്ഥനയ്ക്ക് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാനുള്ള പവർ ഉണ്ട്. പക്ഷെ വെറുതെ ഇരിക്കരുത്, പ്രവർത്തിക്കണം. നമ്മള് പ്രവർത്തിക്കാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, വലിയ ഗോൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടിയിട്ട് ഒന്നും കണ്ടുപിടിക്കൊന്നും വേണ്ട. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സെൽഫിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കുക. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, വെറുതെ അവിടെ നിന്നിട്ട് നിസ്കാരപ്പടത്തിൽ നിന്ന് പഠിച്ചോനെ, ഈ പ്രാർത്ഥനയുടെ കാര്യം ആ കേസ് പറയുകയാണെങ്കിൽ ഫുൾ കോമഡിയാണ്. ഒന്നെങ്കിൽ ഇന്നലത്തെ പരാതി, അല്ലെ നാളേക്ക് വേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് പട്ടിക, ഇതല്ലാതെ ഒന്നും നമസ്കാരപ്പടത്തിൽ ഇരുന്നിട്ട് ഒന്നുമില്ല, കാണിച്ചു കൂട്ടലുകളാണ്, ഫുൾ കോപ്രായങ്ങളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? ഫുൾ കോപ്രായങ്ങളാണ്. അവിടെ ആ ഒരു ദൈവം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിനെ ഒട്ടും വിശ്വാസമില്ല. അവിടെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫൊക്കെ എത്ര മനോഹരാവും എന്നറിയാം. എത്ര മനോഹരാറ്. നമ്മളൊരു കാര്യം ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ഞാൻ അതവിടെ ഏൽപ്പിച്ചിരിക്കണം, പിന്നെ ഞാൻ അതിൽ ഔട്ട് അടിക്കേണ്ട ആവശ്യം. 99% നടക്കും, എനിക്ക് ഉറപ്പാണ്. 1% എന്നാലും കേട്ടിട്ടുണ്ടാവും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ മാത്രമല്ലല്ലോ, കുറെ കോടി ജനങ്ങളില്ലേ. അപ്പൊ ചിലപ്പോ വേറെ ആരെയും പ്രാർത്ഥന അവർ പ്രാർത്ഥിക്കുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിച്ചതെങ്കിലോ എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടോ നിങ്ങൾക്ക്? എന്നാലും നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ വിശ്വാസം പൂർണ്ണല്ല. 99.9% വിശ്വാസവും 1% ഭയോ പേടിയോ സംശയോ ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ വിശ്വാസം അവിടെ പരിപൂർണല്ല. ശുദ്ധമായിട്ടുള്ള പാലില് ഒരു തുള്ളി വിഷം ചേർന്നാലുള്ള അവസ്ഥ തന്നെയാണ് അവിടെ സംഭവിക്കാം. വിശ്വാസം എന്ന് പറഞ്ഞാൽ 100% ആവണം. വിശ്വാസം 100% ആണ്. നമ്മൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് 100% ആയി കഴിഞ്ഞാൽ ആപ്പ് ഇൻസ്റ്റാൾഡ് ആവുള്ളൂ. അതേപോലെ വിശ്വാസം എന്ന് പറയുന്നത് 100% നിങ്ങളുടെ ഉള്ളില് ആപ്പ് ഇൻസ്റ്റാൾഡ് ചെയ്യണ പോലെ കറക്റ്റ് കയറിക്കുന്നെങ്കിൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇട്ടുക്കുന്നു, പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്തായിട്ടില്ല, കേറിയിട്ടില്ല. വീണ്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. മനസ്സിലായോ? ഡൗൺലോഡ് ചെയ്യാം. വിശ്വാസം എന്ന് പറയുന്നത്, പ്രതീക്ഷ എന്ന് പറയുന്നത്, ക്ഷമ എന്ന് പറയുന്നത്, ഇത് മൂന്നുണ്ടല്ലോ, ഒന്നില്ലെങ്കിൽ ഒന്നില്ല, ഒന്നില്ലെങ്കിൽ ഒന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സംഭവങ്ങളാണ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലേ, ഞാൻ തുടങ്ങണ സമയത്ത് ജസ്റ്റ് ക്ഷമണ്ടോ? ഓക്കെ. അപ്പോ അതിനെ കുറിച്ചിട്ട് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. പ്രതീക്ഷ, വിശ്വാസം, ക്ഷമ. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കാന്ന് പറയുമ്പോഴല്ലോ എന്റെ പൊന്നുമക്കളെ, നിങ്ങളെ കൊണ്ട് പലതും ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും
ഏറ്റവും ഏറ്റവും ഏറ്റവും കൂടുതൽ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് അല്ല എന്താ പറയാ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷയ്ക്ക് വക ഉണ്ടാക്കി തരുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഞാൻ കൂടി ഉണ്ട്. കുറെ ആളുകൾ ഉണ്ടാവും, അതിലൊന്ന് ഞാൻ തന്നെയാണ്. മനസ്സിലായി? പറഞ്ഞ പോലെ തന്നെ മോളെ ഈ എല്ലാം ചെയ്തോ ചെയ്തോ എന്ന് സപ്പോർട്ട് ചെയ്യാൻ എല്ലാം ഉണ്ടായിട്ടൊന്നല്ല പല ആളുകളും പലതും ചെയ്യുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാവട്ടെ എന്നിട്ട് എന്തെങ്കിലും ചെയ്തു തുടങ്ങാറോ നിങ്ങൾ? അങ്ങനെ നോക്കിയിരിക്കരുത്. നിങ്ങളെ കൊണ്ട് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക, അതിലേക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ആക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ അവിടെ നിങ്ങൾക്ക് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് പോലും സഹായം ഉണ്ടാവുള്ളൂ. നമ്മൾ ഇതിനു മുമ്പ് ഞാൻ എത്രയോ വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെ. നമുക്കറിയാം മൂസ നബി അലൈഹിസ്സലാം അല്ലെങ്കിൽ മോസ എന്ന് പറയുന്ന ആള് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ചെകുത്താന്റെയും നടലിന്റെയും നടുവില് എന്ന് പറഞ്ഞ പോലെ, ചെകുത്താന്റെയും കടലിന്റെയും നടുവില് എന്ന് പറഞ്ഞ പോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം ഫ്രണ്ടില് കടൽ അല്ലെ, പിറകില് ഫിറഔനും പടയും. അപ്പൊ എന്താ ചെയ്യണത്? കുറച്ച് വിശ്വാസികളും ഉണ്ടല്ലേ കൂടെ. അപ്പൊ പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണം. പഠിച്ചോന്റെ പ്രവാചകരാണ് അല്ലെ, പഠിച്ചോന്റെ പ്രവാചകരാ. അപ്പൊ പഠിച്ചോനെ വിശ്വസിച്ചതിന്റെ പേരിലാണ് ആ ഒരു കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്. കൂടെ കുറച്ച് ടീംസും ഉണ്ട്. നമ്മൾ ഒറ്റക്കാണെ പ്രശ്നമില്ല. ഇപ്പൊ ഞാന് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോ മുസമ്മിലി അജീബ് ജസ്ലിയൊക്കെ ഷിറിൻത ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് കൂടാ. അപ്പൊ എനിക്കുണ്ടല്ലോ, എനിക്ക് എന്തെങ്കിലും പറ്റുന്നതിനെക്കാട്ടും കൂടുതൽ ഈറ്റിങ്ങൾ അങ്ങനെ നോക്കുമ്പോ പഠിച്ചോൻ ഇന്നെ വിശ്വസിച്ച് വന്നതല്ലേ, ആ ഒരു ചിന്ത ഉണ്ടാവൂലേ? അതേപോലെ ഒന്ന് ആലോചിച്ച് നോക്കണം. ആ പ്രവാചകർ നോക്കുമ്പോ അവിടെ ഒരു പറ്റം ആളുകൾ, വളരെ കുറഞ്ഞ പേരേ ഉള്ളൂ, എന്നിരുന്നാൽ പോലും അവര് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ലേ, പഠിച്ചോണ്ട് വിശ്വസിച്ച് വന്ന ആളുകളാ. അപ്പൊ അവര് പറയുന്നുണ്ട്, പ്രവാചകരെ അങ്ങ് ദുആ ചെയ്യുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ ചോദിക്കുന്നുണ്ട് അല്ലെ. അദ്ദേഹം അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കണ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ 2 ഇടിയും 3-4 മഴത്തുള്ളികൾ ഉറ്റിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കടലിൽ എന്തായിരുന്നു അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ജീമ്പൂമ്പ പറയുന്ന പോലെ തന്നെ പിളരാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ മടിയന്മാരാക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് ഇത്രയും ബുദ്ധിയും കഴിവുകളും നൽകിയിട്ടുള്ളത്. മറ്റു മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അവൻ ചിന്തിക്കാനുള്ള വിശേഷ ബുദ്ധി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പരിണിത ഫലം തന്നെയാണ് ഇനി ഒരു ദുനിയാവിൽ നമ്മൾ കാണുന്ന ഇത്രത്തോളം മാറ്റങ്ങൾ അല്ലെ. മാളുകള് ഫുഡിൽ എന്തൊക്കെ രീതിയിൽ നിങ്ങൾ പരീക്ഷിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കുമ്പോ അല്ലെ, നമ്മുടെ മുമ്പിലുള്ള ഡിവൈസ്, നമ്മൾ ഇട്ടിട്ടുള്ള വസ്ത്രങ്ങള്, അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ നോക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ആ ഒരു മനുഷ്യന്റെ ബുദ്ധി വെച്ചിട്ട്, ആ ഒരു ചിന്ത വെച്ച് നിർമ്മിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങളല്ലേ അല്ലെ. അപ്പൊ മനുഷ്യന് ഇത്രയും കഴിവ് കൊടുത്തിട്ട് അവനെ മടിയനാക്കാനാണോ? ഇപ്പൊ മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോ അവിടെ എന്താ അവിടെ തിരിച്ചു മറുപടി കൊടുത്തത്? ആ ശരി, നീ അവിടെ അവിടെ നിന്നോ, കടൽ പോലെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞതല്ല. മൂസ ഉത്തരവ് എന്താ വന്നത്? മൂസ നീ വടിയെടുത്തിട്ട് അടിക്കൂ, വടിയെടുത്തിട്ട് അടിക്കൂ. ആ വടി എടുത്ത് അടിച്ചു. ആ അടിന്റെ പവറിലാണോ കടല് 2ആയത്? ആണോ? ആ അടിന്റെ പവറിലാണോ കടല് 2ആയത്? അല്ല. ആ വിശ്വാസം എന്നോട് അടിക്കാൻ പറഞ്ഞു. അടിക്കാൻ അതെന്തിനാ പഠിച്ചോനെ അടിക്കണേ? ചോദ്യം ചോദിച്ചോ? എന്റെ മക്കളെ, അതല്ലേ ഫെയ്ത്ത്. നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്താ മതി, എന്തിനെ ചോദിക്കണ്ട. അവിടെ നമുക്ക് പ്രശ്നം വന്നെ. നമുക്ക് അപ്പം തിന്നണം, കുഴി വേണം, അതാ നമ്മളെ പ്രശ്നം. എന്നാലും എന്താ പഠിച്ചോനെ ഇങ്ങനെ, ഇതെന്താ പഠിച്ചോനെ, ഇതെന്താ ഇങ്ങനെ അല്ലേ? നമ്മുടെ ഫെയ്ത്ത് എവിടെ അളകി കിടക്കണത്? എവിടെയാ അളകി കിടക്കണത്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഭയങ്കര അടിപൊളിയാ. പഠിച്ചോനെ ഇങ്ങനാണ്, പഠിച്ചോനെ ഞാൻ പറഞ്ഞ ലിസ്റ്റ് ഇങ്ങനെ കൊടുക്കും. പഠിച്ചോനെ അടുത്ത മാസം ഇങ്ങനെ ലോൺ അടിക്കാനും മറ്റേത് മറിച്ചത് ഇങ്ങനെ EMI എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞ് സെറ്റാക്കി. ഓക്കെ, ഇപ്പുറം വന്നിട്ട് എന്നാലും ശരിയാവേയിരിക്കും. ഇപ്പൊ ആരോടപ്പം ഒന്ന് പറയാ, ആരപ്പനൊന്ന് മനസ്സിലാക്കാനുള്ളത്? അപ്പൊ ആ നിസ്കാരപ്പടത്തിലിരുന്ന് പറഞ്ഞത് ആരോടേനും? അപ്പൊ ആ നിസ്കാരപ്പടത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് സംസാരിച്ചത് ആരോടേനും? ദൈവത്തിനോടാണോ നിങ്ങൾ സംസാരിച്ചത്? എന്നാ പിന്നെ നിങ്ങൾ മനുഷ്യന്മാരോട് ചോദിക്കേണ്ട ആവശ്യമില്ല, അവിടെ എത്തും. എത്ര ചരിത്രങ്ങളുണ്ട് അങ്ങനെ അല്ലേ. വെറുതെ ഇരിക്കാനല്ല കേട്ടോ പറഞ്ഞത്, വെറുതെ ഇരിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ചെയ്യാനുള്ള ചെയ്യണം. അല്ലാന്നുണ്ടെ ഈ പറഞ്ഞ പോലെ തന്നെ പഠിച്ചോണ്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാർക്ക് പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് അവരോട് പ്രവർത്തിച്ച് കാണിക്കുന്ന പറഞ്ഞേ, വെറുതെ നോക്കിയിരിക്കാനല്ല പറഞ്ഞേ. നിങ്ങൾ ദ്വാ ചെയ്തിരുന്നോളിട്ടോ മക്കളെ, നിങ്ങൾ നിസ്കരിച്ചിരുന്നോളിട്ടോ മക്കളെ, അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്ക്, പ്രാർത്ഥിക്ക്, ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യം ചെയ്യ്. അപ്പൊ അവിടെ റിസൾട്ട് ഉണ്ടാവും.
അത് കേട്ടിട്ട് പ്രതീക്ഷയോടുകൂടി നമ്മൾ അതിൽ വിശ്വസിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ അവിടെ റിസൾട്ട് ഉണ്ടാവണത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് പ്രതീക്ഷ ഇല്ല? നമുക്ക് വിശ്വാസമില്ല. എന്തുകൊണ്ടാണ് നമുക്ക് വിശ്വാസം ഇല്ലാത്തത്? ഇപ്പൊ എന്താ കാരണങ്ങൾ പറയാന്ന് പറയുമ്പോ ഇപ്പൊ എന്താ, മറ്റുള്ളവരുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഞാൻ വിചാരിച്ച ലൈഫ് ഒന്നല്ല എനിക്ക് കിട്ടിയത്. അതൊക്കെ തന്നെ പ്രശ്നം എന്നുള്ള രീതി അല്ലെ? എടോ മനുഷ്യ, നിനക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ അത്രത്തോളം കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ നന്ദി പറയാം, ഏറ്റവും കൂടുതൽ നന്ദികേട് നമ്മളെ കാണിക്കുള്ളൂ. മനുഷ്യനൊഴികെ ബാക്കി എല്ലാ സൃഷ്ടിപ്പുകളും അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്, അവനെ പ്രകീർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ നമുക്ക് എന്തുകൊണ്ടാ അതിന് പറ്റാത്തത്? നമുക്ക് എന്തുകൊണ്ടാ പറ്റാത്തെ? നമുക്ക് വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഞാൻ വിചാരിച്ച പോലെ നടക്കാത്തത്. അതിന്റെ പരാതി പറയാൻ പിന്നെ ആരെയും വരോ? ഷെറിൻ മാം ഒന്ന് പറയോ എന്റെ വീടിന്റെ കാര്യം? അല്ലെ? ഇന്നലെ മനോഹരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇന്നലെ നമ്മുടെ MTP നടക്കുന്നുണ്ട്. MTP നടന്നുകൊണ്ടിരിക്കും. ഉച്ചയ്ക്കാണ്, 1:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ 1:30ക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അറിയാലോ, ഉച്ചയ്ക്ക് ഫുഡ് ടേബിള് ഹസ്ബൻഡിന്റെ ഉമ്മയുണ്ട്. അപ്പൊ എനിക്ക് ഉച്ചയ്ക്ക് ടേബിളിൽ ഫുഡ് കൊണ്ട് സെറ്റ് ആക്കിയതിനു ശേഷമാണ് ഞാൻ അവിടെ വന്നിരിക്കുക. അപ്പൊ ഇന്നലെ എന്റെ ശ്രദ്ധക്കുറവുമാണ്, അതേപോലെ തന്നെ വലിയൊരു കാര്യം അവിടെ പഠിപ്പിച്ചു തരാട്ടോ. ഞാൻ എന്താക്കാണ്, അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ പോലെ തന്നെ കറി അത്രയും തിളച്ചു കിടക്കുന്ന കറി ആ ഒരു സമയത്ത് വറവിട്ടിട്ട് പാത്രത്തിൽ ഒഴിച്ച് വീടിലെ ഹാളിലേക്ക് കൊണ്ടുവെക്കുക. ബാക്കിയുള്ളതൊക്കെ അയക്കുന്ന പ്ലേറ്റും ചോറും എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്, വെള്ളവും ഗ്ലാസും ഒക്കെ സെറ്റാണ്. കറി മാത്രമുള്ള അവിടേക്ക് വെക്കാൻ. ഈ കറി പിടിച്ച് ഞാൻ പോണ സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സിന്റെ ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവം വാതിലിന്റെ കുളത്തിൽ അങ്ങോട്ട് കേറിയിട്ട് ആ തിളച്ച കറി എന്റെ ഈ 4 വിരല് കറിപ്പാത്രത്തിലേക്ക് എന്റെ കൈ അങ്ങോട്ട് വീഴും ചെയ്തു. ഉള്ളാടി ചിന്തിക്കുന്നു. സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല, പുറത്തേക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അന്നത്തെ ക്ലാസ് മുടങ്ങും. ഇവരെല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കാം. ഇത് വിട്ട താഴെത്തി, അവസ്ഥ മനസ്സിലാക്കണം. വിട്ടാൽ താഴത്തെത്തി, പതുക്കെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒന്നും ആവില്ല എന്നുള്ള രീതിയിൽ, മീൻസ് ആ തിളച്ച സംഭവം അങ്ങനെ തന്നെ അവിടെ ടേബിൾ എങ്ങനെയോ കൊണ്ട് ചോടി ബാത്റൂമിലേക്ക് ഇവർക്ക് ലിങ്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ആ 26-ഓ 27-നോ ആണ് നടക്കുന്നത്. വേഗം പേസ് എടുത്ത് അങ്ങോട്ട് കൈ വിരൽ ഫുള്ളായിട്ട്. ഇന്നലെ ക്യാമറ മോഡ് ഓഫ് ചെയ്തിരുന്നു. അതിന് കാരണം എന്താ, കുട്ടികൾ അറിഞ്ഞില്ലേ, മുസ്ലിം ആരോട് പറഞ്ഞു, ഇപ്പോഴാണ് അറിയുന്നത്. അപ്പൊ അവിടെ എന്താ ചെയ്ത്, ഈ പറഞ്ഞ പോലെ തന്നെ പുകഞ്ഞിട്ട് നിൽക്കാനോ പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഹംദ അത്രയും കൂട്ടി. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാവുന്ന സമയത്ത്, ഇന്നലെ ഞാൻ കുട്ടികളോട്, നിങ്ങളടുത്തായിരുന്നു ആരട്ടാ പറഞ്ഞ ഓർമ്മയില്ലേ, ഒന്നെങ്കിലും മെന്ററിംഗിൽ പോയിട്ടുള്ള കണ്ടന്റ് എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 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 സഹാബി അല്ല, ഒരു താബീങ്ങളിൽ വിട്ടിട്ടുള്ള ഒരു പേര് ഞാൻ പറയുന്നില്ല. ആള് ശരീരം മുഴുവനായിട്ട് വെള്ളപ്പാണ്ടുണ്ടായിരുന്നു. അപ്പൊ ആള് വെള്ളപ്പാണ്ട് മാറാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുന്ന സമയത്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് ശരീരത്തില് ഒരു കോയന്റെ, ഒരു നാണയത്തിന്റെ അത്ര വലുപ്പത്തിൽ ആ ഒരു പാട് നിലനിർത്തിക്കൊണ്ട് ബാക്കി അവിടുന്ന് എന്താക്കാനാ പറയണത്, എടുത്തു മാറ്റാനാ പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ട് എന്നുള്ളത് ചിന്തിക്കുമ്പോ മനുഷ്യനുണ്ടല്ലോ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ എപ്പോഴും പറയണ, ഇൻസാൻ എന്ന് പറഞ്ഞിട്ടുള്ള പദം വന്നിട്ടുള്ളത് തന്നെ മറവി എന്ന് പറയുന്ന റൂട്ട് വേർഡിൽ നിന്നാണ്. മനുഷ്യൻ മറവിക്കാരനാണ്. അവണ്ടല്ലോ കംപ്ലീറ്റ് ആയിട്ട് ദുഃഖങ്ങൾ അവിടുന്ന് മാറ്റിക്കൊടുത്ത അനുഗ്രഹങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പഠിച്ചോനെ മുഴുവനായിട്ട് നമ്മൾ മറക്കും, ദൈവത്തിന് മുഴുവനായിട്ട് നമ്മൾ മറക്കും. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. എന്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് തരുന്ന ഓരോരോ കാര്യങ്ങൾക്ക് പിറകിലും എത്ര വലിയ റീസൺ ഉണ്ട് അറിയോ? നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കല്ലേ മക്കളെ, നിങ്ങളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് എന്തിനാണ്, അതൊന്ന് ശ്രദ്ധിക്കുക, അതിലേക്കൊന്ന് ചിന്തിക്കുക. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. പക്ഷെ നമുക്ക് ചിന്തിക്കാൻ നേരമില്ല. ചിന്തിക്കാൻ മക്കളെ കാര്യം, ഭർത്താവിന്റെ കാര്യം, വീട് പണി, എന്താ പറയാ, കല്യാണം, വീട് പണി എന്നുള്ള രീതിയിലൊക്കെ നമ്മളിങ്ങനെ അതിന് പറയുകയാണ്. അതിലേക്ക് മാത്രമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? എന്നിട്ട് ഈ പറയുന്ന പോലെ തന്നെ ആ ഒരു സമയം അത് കഴിഞ്ഞു, പേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് പൊത്തിയിട്ട് കൈ ഇങ്ങനെ പുകയുകയും ചെയ്യാം. നമ്മള് വേദനന്റെ ഇതൊക്കെ അടിച്ച പോലെ. അത് കഴിഞ്ഞതിന് ശേഷം എന്താക്കി, കൈപ്പാടുണ്ടോന്നിട്ട് അതിൽ വെള്ളം കുറെ നേരം കൈ ഇങ്ങനെ വെച്ചിരുന്നു. ഇന്നലെയാണ് അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ ഫ്യൂച്ചർ തയ്യാറാക്കിപ്പിക്കുകയാണ് മക്കളെ കൊണ്ട്. ഒന്നും ചെയ്യാം, മീൻസ് അവിടെ ആ ഒരു സമയത്ത് എനിക്ക് അതല്ലാതെ വേറെ നിവർത്തില്ല. പക്ഷെ അൽഹംദുലില്ലാ ഒരു പാട് പോലും കയ്യില് പഠിച്ചോൻ തന്നില്ല. പക്ഷെ അത്രയും സമയം ഉണ്ടല്ലോ, ഈ കൈക്കാണ് വേദന എന്നുണ്ടെങ്കിലും ഈ കയ്യിലേക്ക് ആയിരുന്നില്ല എന്റെ നോട്ടം. ഞാൻ ആ സമയം മുഴുവനായിട്ട് എന്റെ ശരീരം കംപ്ലീറ്റ് ആയിട്ട് നോക്കി, ആ ഭാഗം നോക്കി നന്ദി പറഞ്ഞു. പഠിച്ചോനെ ഇത് തട്ടിയതിനെ കൊണ്ട് ഇപ്പൊ ഞാൻ ഇതിന്റെ വേദന അറിഞ്ഞു. പക്ഷെ വേദന ഇല്ലാത്ത എത്ര ഭാഗങ്ങളാണ് എന്റെ ശരീരത്തിലുള്ളത്? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നമ്മളെ കാലൊന്ന് തട്ടിയാല്, ഒന്ന് പൊട്ടിയാല്, തല ഒന്ന് അല്ലെ മുട്ടിയാല്, കൈ ഒന്ന് മുറിഞ്ഞാല്, അന്നേരം ആ കൈ ഉച്ചിവാവനെ തട്ടിയ മതിയെ ഫു 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 എന്നാണ് നടക്കും.
ആയിക്കോട്ടെ, നിങ്ങൾ ഒരു കൈ പോയി, ബാക്കി എത്രങ്ങാനും ഉണ്ടടോ നിങ്ങൾക്ക് നന്ദി പറയാൻ? എത്രങ്ങാനും ഉണ്ട് എന്നാ ഇല്ലേ? എത്ര നമ്മൾ പറയണത്, എത്ര നമ്മൾ പറയുന്ന, നമുക്ക് ഇതൊക്കെ ചിന്തിക്കാൻ അവിടെ സമയം? ഞാൻ പറയണ പോലെ ഒന്നല്ല, എനിക്ക് ഇതിലും വലിയ കാര്യങ്ങളൊക്കെ. എന്ത് ലോകകാര്യാ നിങ്ങൾ മനസ്സിലാക്കുന്നത്? എടോ, ഈ ഒരു ദുനിയാവിൽ വന്നിട്ട് നിങ്ങൾ നിങ്ങളെ കുറിച്ചിട്ട് അറിയാതെ, നിങ്ങൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, മാം എന്നെ മനസ്സിലാക്കാൻ ഒരാളില്ല. നിങ്ങൾ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയോ? നിങ്ങൾ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സമയം കൊടുത്തോ? നിങ്ങൾ നിങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രതീക്ഷ ഓട്ടോമാറ്റിക്കലായിട്ട് വരും. വൈന്നറിയോ? എന്തുകൊണ്ടാ അറിയോ? പൊന്നുമക്കളെ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ വെറുതെ വന്നിട്ടുള്ള ആളുകളല്ല. ഏറ്റവും അത്യുത്തമമായിട്ടുള്ള സൃഷ്ടിപ്പ് എന്നാണ് മനുഷ്യനെ കുറിച്ചിട്ട് ദൈവം പറഞ്ഞിട്ടുള്ളത്. അതും എന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ പറഞ്ഞയക്കണമെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ദൈവത്തിനെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ ടൈം എനിക്ക് മാത്രമാണോ വന്നത്, എല്ലാവർക്കും കൂടി ഉള്ളതാണോ റിമൈൻഡർ? എനിക്ക് റിമൈൻഡർ വന്നിക്കുന്നത് ദൈവത്തിനെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ നമ്മുടെ ഉള്ളിൽ ആ ക്വാളിറ്റീസ് ഇല്ലാതെ അങ്ങനെ ദൈവം പറയും തോന്നുന്നുണ്ടോ? ഷിറിയല്ലല്ലോ പറഞ്ഞത്, റംല ടീച്ചറല്ലല്ലോ പറഞ്ഞത്, അല്ലെ? മുസമ്മിലല്ലല്ലോ പറഞ്ഞത് ദൈവത്തിന്റെ പ്രതിനിധിയാണ് മനുഷ്യന്. ദൈവമല്ലേ പറഞ്ഞത്? ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള പല ക്വാളിറ്റീസും മനുഷ്യനിൽ കൊടുത്തത് കൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്. നിങ്ങൾ മനുഷ്യനാണോ? ആണോ? നിങ്ങൾക്ക് മനുഷ്യനാണെന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളിൽ ഒരുപാട് കഴിവുണ്ട്. നിങ്ങൾ മനുഷ്യനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളിൽ ഒരുപാട് കഴിവുണ്ട് എന്നുള്ളത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അത് പറഞ്ഞിട്ടുള്ളത് ഷിറിനല്ല. നിങ്ങളെ സൃഷ്ടിച്ച് ഇങ്ങോട്ട് പടച്ചയച്ചിട്ടുള്ള സൃഷ്ടാവ് തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ ആ ഒരു സൃഷ്ടാവിന്റെ ക്വാളിറ്റീസ് നിങ്ങൾക്കുള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റീസിൽ പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം വിശ്വാസം വേണ്ടേ? വേണ്ടേ? ഒരു പക്ഷിയുടെ ഒരു പക്ഷിയെ പോലെയാണ് ശരിക്കും ഒരു മനുഷ്യന്റെ പ്രതീക്ഷ, വിശ്വാസം, സ്നേഹം എന്നുള്ളതിനെ ഉപമിക്കാറ്. ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകളായിട്ട്, ഒരു ഭാഗത്ത് പ്രതീക്ഷയും മറുഭാഗത്ത് വിശ്വാസവും, തല എന്ന് പറയുന്നത് സ്നേഹവും. ആ ഒരു രീതിയിൽ വേണം നമ്മൾ നമ്മുടെ ജീവിതത്തിനെ സമീപിക്കാൻ. ഒന്നുമില്ലെങ്കിലും ഇങ്ങനൊക്കെ ഇപ്പൊ കേൾക്കുന്നു. എനിക്കറിയാം, ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെവിടേക്ക് വിളിച്ചു വരുത്തിയത് നമ്മള് മൈൻഡിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ചിന്തകളെ കുറിച്ചിട്ടൊക്കെ പറയാനാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ അല്ലേ? നിങ്ങൾ ഒരുപാട് മതപ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ കേൾക്കുന്ന ആളുകളായിരിക്കും. എന്നെക്കാൾ കൂടുതൽ വിവരവും വിദ്യാഭ്യാസവും അറിവും തിരിച്ചറിവും ഒക്കെ ഉള്ള ആളുകളായിരിക്കും. എന്നിരുന്നാൽ പോലും ഓർമ്മിപ്പിക്കേണ്ടത് കർത്തവ്യമായതുകൊണ്ട്, കടമയായതുകൊണ്ട് പറയാം. മനസ്സിലായോ? അതുകൊണ്ട് മാത്രം ഓർമ്മപ്പെടുത്താണ്. നിങ്ങൾ വന്നിട്ടുള്ളതുണ്ടല്ലോ, ഇവിടെ നടക്കുന്ന കുറെ നാടകങ്ങൾ കാണാനും അതിൽ ആക്ട് ചെയ്യാനും വേണ്ടിയിട്ടൊന്നല്ല. നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആദ്യം നിങ്ങളെ തിരിച്ചറിയും. ഒരു മനുഷ്യന് അവനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവന്റെ ലൈഫ് എന്തിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവന്റെ സൃഷ്ടാവിനെ കുറിച്ചിട്ട് തിരിച്ചറിയാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ദൈവത്തിന് മുമ്പിൽ എന്ത് കാട്ടിക്കൂട്ടിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ സെൽഫിലേക്ക് കണക്ട് ചെയ്യാതെ നിങ്ങൾക്ക് ദൈവത്തിലേക്ക് എത്താൻ പറ്റില്ല. അത് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യം. മനസ്സിലായോ? ദൈവം പറഞ്ഞിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോ വിശ്വാസം, പ്രതീക്ഷ, ക്ഷമ. വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങാം. അവിടെ റിസൾട്ട് ഉണ്ടാവും. ഇതിന്റെ കണ്ടിന്യൂഷൻ, എന്താ പറയാ, തുടർച്ച തന്നെ ആക്കാം. നമുക്ക് എന്താക്കാം, അടുത്ത ആഴ്ച. മീൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇതിന്റെ പാർട്ട് 2 എന്നുള്ള രീതിയിൽ നമുക്ക് അടുത്ത ആഴ്ച കാണാം. ബാക്കി മീൻസ് എല്ലാവരും അവിടെ ഉണ്ടാവണം. ഇൻഷാല്ലാ. നിങ്ങൾക്കറിയാം, കണക്ടഡ് വൈബ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പ്രോഗ്രാം ആണ്. നിങ്ങളുടെ ഫാമിലിയിലോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ ഒരു സെഷൻ കേൾക്കുന്നതുകൊണ്ട് അവരുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരെ കൂടി ഇൻവൈറ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയിൽ മാത്രമേ കണക്ടഡ് വൈബ്സിന്റെ ലിങ്ക് കൊടുക്കുള്ളൂ, റെക്കോർഡിങ്സ് പ്രൊവൈഡ് ചെയ്യില്ല. അപ്പൊ ആ കാര്യങ്ങൾ കൂടി അവരോട് പറയാം. കുറച്ച് സമയം നമുക്ക് എന്താക്കാം, കുറച്ച് സമയം നമുക്ക് വേണ്ടി കൊടുക്കാൻ പറ്റണ്ടേ? എടോ, നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് കൊടുത്തോ, മക്കൾക്ക് കൊടുത്തോ, വീട്ടുകാർക്ക് കൊടുത്തോ, നാട്ടുകാർക്ക് കൊടുത്തോ, എല്ലാവർക്കും കൊടുത്തോ? കമ്മ്യൂണിറ്റി ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് അങ്ങനെ വേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിറ്റി മുസമ്മില മാമിന്റെയോ ജസ്ല മാമിന്റെയോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്പർ എന്താക്കാം, നിങ്ങൾ അവർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങളുടെ സുഹൃത്തിന്റെ നമ്പർ, ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങളൊന്നും മുസമ്മിലക്കോ ജസ്റ്റ് മീൻസ് നമ്മൾ കമ്മ്യൂണിറ്റി ലിങ്ക് അങ്ങനെ കൊടുക്കൂല. ലേഡീസ് ഓൺലി അല്ലേ?
അപ്പൊ അത് കാരണം അത് പിന്നെന്താ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാവും ലിങ്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ നിങ്ങൾ അവരെ കണക്ട് ചെയ്യുന്ന സമയം നമുക്കൊന്നുമില്ല, അവരുടെ വോയിസ് ഒന്ന് കേൾക്കണം. അവർ സ്ത്രീകളാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഒന്നെങ്കിൽ അഡ്മിൻസിന്റെ നമ്പർ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അഡ്മിൻസിന് നിങ്ങൾക്ക് ആരെയാണ് ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത് അവരെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഞാൻ ഇതിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പാർക്ലിംഗ് സ്മൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രോഗ്രാം അല്ലെ 28-ാം തീയതിയാണ് വരുന്നത്. അപ്പൊ ഇത്രയും കാലമായിട്ട് നമ്മൾ അദിലാസിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ സത്യം പറഞ്ഞാൽ ആ ഒരു പോസ്റ്റ് മീൻസ് ആ ഒരു സെഷനെ കുറിച്ചിട്ട് ഉള്ളിൽ ചിന്ത വന്ന സമയം തന്നെ കുറെ ചിന്തകൾ ഉള്ളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുപോയിട്ട് കല്യാണ മണ്ഡപത്തിൽ ഇരുത്തുന്നതും അവിടെ കല്യാണം നടത്തുന്നതും അതിനുശേഷം അവളിലേക്ക് 30-35 വയസ്സുള്ള സ്ത്രീയുടെ പക്വതയെ ചുറ്റിലുള്ള ആളുകള് ചോദിച്ചുകൊണ്ടിരിക്കുന്നതും ഇതായിരുന്നു അവിടെ കോൺസെപ്റ്റ് വന്നത്. ജീവിതത്തിന്റെ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ നിന്നുമാണല്ലോ പല കാര്യങ്ങൾ കിട്ടുക. അപ്പൊ അങ്ങനെയുള്ള പലതും ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഒരു പറ്റം അമ്മമാരുടെ മുഖം കൂടിയാണ് ഉള്ളിലേക്ക് വന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. നമ്മുടെ ഉമ്മമാർക്ക് കൂടി അതേപോലെ ഇങ്ങനത്തെ രീതിയിലൊന്നും ആയിരിക്കില്ല, ഒരുപക്ഷെ കുഞ്ഞു മക്കളോട് സംസാരിക്കുന്ന പോലെയൊക്കെയും അവരായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? സെഷൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നോ? ഞാൻ എല്ലാവർക്കും മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷന് കാര്യങ്ങൾ തരാം, എല്ലാവർക്കും സംസാരിക്കാം. ഓക്കെ, സെഷനിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള പോയിന്റ്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താക്കാം നിങ്ങൾക്ക് പറയുകയും ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കുണ്ടല്ലോ സ്വയം അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും നിർത്താണ്. സമില മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം കേട്ടിരുന്നത്. എന്താ അറിയോ, ഒരു കാര്യം പറയാം, അതുകൂടി കേട്ട് പോണം. എന്താ അറിയോ, നബിന്റെ തൂക്കൽ ചെയ്യുന്ന കാര്യം, നബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, പിന്നെ എന്തിലാ വന്നു ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ ഒട്ടകത്തിന് പുറത്താ വന്നു ചോദിച്ചു. അപ്പൊ അത് കേട്ടിട്ടുണ്ടാവുമായിരിക്കും നിങ്ങള്. അപ്പൊ പറഞ്ഞു, ഒട്ടകം എവിടെയാ ചോദിച്ചു. ഒട്ടകം അള്ളാന്റെ വഴിക്ക് വിട്ടു, അള്ളാഹ് തവക്കൽ ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ പോയിട്ട് പറഞ്ഞു, നീ പോയിട്ട് കെട്ടിയിട് എന്നിട്ട് പോയി തവക്കൽ ചെയ്യ് പറഞ്ഞു. അത് വീട് പൂട്ട് എന്നിട്ട് തവക്കൽ ചെയ്യ്, പരീക്ഷയ്ക്ക് പഠിക്കുക എന്നിട്ട് തവക്കൽ ചെയ്യ്. അങ്ങനെ കുറെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കണം, നല്ലോണം പ്രവർത്തിക്കണം, അധ്വാനിക്കണം. അതാണ് ഈ പിന്നെ മൂസാ നബി അടുത്ത് വടി കൊടുത്ത എന്തിനറിയോ, പഠിക്കുക. അത് നമുക്ക് വീണ്ടും പിന്നീട് അതൊരു തെളിവാണ്. കാരണം എന്താ അറിയോ, ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ആ വടി കൊണ്ട് ഈ ഇത്രയും വലിയ കല്ല് നീങ്ങോ ഇല്ല. ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് വടി കൊടുത്തിട്ട് വടി കൊണ്ട് അടിക്കാൻ പറഞ്ഞത്. അപ്പൊ മുസാഫി പറഞ്ഞു, അമാമക്കും ബഹർ വറാക്കും അതു പറഞ്ഞു, എന്റെ പിന്നാൽ ശത്രു മുമ്പിൽ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ ചോദിച്ചാണ്, നിന്റെ കയ്യിൽ വടിയില്ലേ ചോദിച്ചു. വടി കൊണ്ട് അടിക്കാൻ പറഞ്ഞു. ആ വടി അങ്ങ് നല്ല 2 ഭാഗത്തേക്ക് മാഞ്ഞു. അത് വല്ലാത്തൊരു അനുഭൂതിയാണ് കേൾക്കുമ്പോ. അതാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. അവിടെ പിന്നെ നമ്മുടെ പ്രവർത്തിക്കാനാണ് ഇത്. അതിലുണ്ട് നമുക്കൊരു പാഠം, ഗുണപാഠം ഉണ്ട് പറഞ്ഞു. എല്ലാത്തിനും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് അല്ലാതാണത്. മാഷാ അല്ലാഹ്. എന്താ നന്നായിണ്ട് കേട്ടാ, നന്നായി. 28 എന്ത് തുടങ്ങുന്നു പറഞ്ഞു, എന്താ മനസ്സിലായില്ല. പ്രോഗ്രാം വരുന്നുണ്ട്. എത്ര ദിവസം എന്നുള്ളത് സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് 7 ആണോ 11 ആണോ 7 ദിവസം കൊണ്ട് ഇങ്ങോട്ട് സെറ്റ് ആവുമെന്ന് അറിയില്ല. അറിയില്ലാട്ടോ, എനിക്കറിയില്ല. ഞാൻ 28 ആലോചിച്ചത്, എനിക്കറിയില്ലാട്ടോ. ചേർത്തടേ ഗ്രൂപ്പിൽ പോസ്റ്റർ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ വീഡിയോ കാര്യങ്ങൾ നാളെ മറ്റന്നാളായിട്ട് വരും. അപ്പൊ എപ്പോഴാ ചേരണ്ട് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അറിഞ്ഞാൽ ചേർന്നുണ്ടേ, നോക്കിയിട്ടില്ല. ഞാൻ എന്താ തിരക്കിലാണ്. കാരണം 2 ദിവസമൊക്കെ ശനി ഞായറാഴ്ച ഒഴിവില്ല. മറ്റന്നാ ഈ സർഗമേള നടക്കണ്ടേ, അതിലേക്ക് മാർക്കിടാൻ പോണ് ജഡ്ജായിട്ട്. അപ്പൊ നാളെ ഒരു ശനി ഞായർ ഒന്ന് നോക്കാനുള്ള ഇതും കൂടി സമയം കൂടി കിട്ടുന്നില്ല. അതാണ് ഇത് പെട്ടെന്ന് വെള്ളിയാഴ്ച അല്ലേ പറഞ്ഞ് ഞാനിത് ഓർമ്മ വെച്ച് കയറിയാണ്. ഞാൻ പറഞ്ഞതിനൊരു മാർക്ക് നിങ്ങള് കേട്ടില്ല. ഞാൻ ഇപ്പൊ ഇവിടെ സംസാരിച്ചതിനൊരു മാർക്ക് വെക്ക, ജഡ്ജല്ലേ? ഓക്കെ അതന്നെ. ഓക്കെ, 100% ഉണ്ട്. പോരെ, വേണ്ട. എന്റെ കണക്ക് 100 അവിടെ എന്താ അറിയോ, ഞാൻ എപ്പോഴും തിരുത്തലുകളിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ അപ്പൊ എവിടാ തിരുത്താനുള്ളതെന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. കുറച്ചും കൂടി തിരുത്താൻ നന്നായിണ്ട്. ഇത് കുറച്ചൊക്കെ മാഷാ അല്ലാഹ് നന്നായിണ്ട്. ഇനിയും മെച്ചപ്പെടാനുണ്ട്. അതൊക്കെ നിങ്ങളെ കിട്ടും, നിങ്ങളുടെ കിട്ടും.
എന്തെങ്കിലും ഒരു പക്ഷെ നിങ്ങളുടെ അടുത്ത് എനിക്ക് എന്ത് കിട്ടും, എൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും, അതുകൊണ്ട് ഞാൻ കയറി. അത് അല്ലാണ്ട് ഇപ്പോ ഞാനും ഒരു പണ്ഡിതയോ നിങ്ങളൊരു പണ്ഡിതോ ആരും അല്ല. നമ്മളൊക്കെ അള്ളാന്റെ തുല്യർ മനുഷ്യരാണ്. പക്ഷെ നിങ്ങൾക്ക് എനിക്ക് കിട്ടാത്ത ഒരു പക്ഷെ വേറെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടും. ഒരു സന്തോഷം, ഒരു മനസ്സമാനമൊക്കെ കിട്ടും. അങ്ങനെ ഇപ്പൊ ഞാൻ പറയാം, ഉറക്കത്തിന്റെ ഒക്കെ പ്രയാസം കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ ചെയ്തു തരാൻ പണ്ടായിരുന്നു, ഒരു ഇത് അയച്ച ഒരു കരാറുണ്ട് കേട്ടോ, മറക്കണ്ട. അയച്ചു കൊടുത്തിട്ടില്ല മുസമില? അല്ല, ഇല്ലില്ല. എനിക്ക് തന്നിട്ടില്ല. മെഡിറ്റേഷന് ഇല്ലില്ല. മുസഫില് അല്ല, എവിടെ? അതെന്താണ് അയച്ചു കഴിഞ്ഞ് ഇങ്ങനെ അപ്പൊ അത് നിങ്ങൾ അയച്ചു കൊടുത്ത മെഡിറ്റേഷൻ ആള് ഒറ്റയ്ക്ക് ചെയ്യാന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങള് പറഞ്ഞില്ലേ അതാണ് പ്രശ്നം എന്ന്? അതാണ് ആ പ്രശ്നം. അല്ല, അത് പണ്ട് ഒരു ഒറ്റയ്ക്ക് ചെയ്യാം. പിന്നെ എനിക്ക് അയച്ചു തരണ്ടോ? അയച്ചോ, അതാ ആ നോക്കി അയച്ചോ. കുഴപ്പമില്ല, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് അയച്ചു കേട്ടോ, റീപ്രോഗ്രാം കൊടുത്താൽ മതി ട്ടാ. ഓക്കെ ഓക്കെ. ജസാക്കല്ലാഹു ഖൈർ ഫിദ്ദുനിയ വൽ ആഖിറ. അഹ്സൻ ജസാ ഫിദ്ദുനിയ വൽ ആഖിറ. ശരി, കഴിഞ്ഞില്ലേ? ഞാൻ ആർക്കാണ് ഞാൻ താങ്ക് യു റംലകൃഷ്ണ. അപ്പൊ ഇന്നത്തെ സെഷൻ അടിപൊളിയായിരുന്നു അല്ലേ? പ്രതീക്ഷ എന്ന് പറയുമ്പം ജസ്റ്റ് ഇത് പറഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മ വന്ന ചെറിയൊരു കാര്യം പറയട്ടെ. ഞാൻ നമ്മുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഞാൻ അറ്റൻഡ് ചെയ്ത ആ ഒരു സമയം എന്ന് പറയുമ്പോൾ യാതൊരുവിധ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് അടങ്ങിയിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി അറ്റൻഡ് ചെയ്തത്. ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ഷിർമേം പറഞ്ഞ പോലെ പഠിക്കാന് അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ല. അതിനിങ്ങനെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഒന്ന് കുസൃതിയിൽ വരുമ്പോൾ ഷിർമേം പറഞ്ഞു, എത്ര വരെ പഠിച്ചു? പ്ലസ് ടു ആണെന്നാണ്. ഇനി കണ്ടിന്യൂസ് ചെയ്യണം കേട്ടോ, പഠിക്കുക എന്നാണ്. അപ്പൊ ഞാന് കാരണം ഷിർമേമിനോട് നോ പറയണ്ടല്ലോ എന്ന് കേട്ടിട്ട്, പക്ഷെ മനസ്സിൽ പറഞ്ഞു ഷിർമേമിനത് പറയും, എന്റെ അവസ്ഥ എനിക്ക് എല്ലാവരോടും ഇന്റെ വീട്ടിൽ ചുറ്റുപാട് എന്നുള്ള ആ മൈൻഡ് സെറ്റ് അങ്ങനെ കൊടുത്തു. പക്ഷെ അതിനുശേഷം ഞാൻ ജസ്റ്റ് സെൽഫിനെ കുറിച്ചിട്ടാണല്ലോ, അപ്പൊ സെൽഫിന്റെ കാര്യങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്ത് ആ ഒരു സമയത്തെപ്പോഴാണ് എനിക്ക് പറ്റും എവിടെ എല്ലാത്തിന്റെ ബൗണ്ടറീസ് കാര്യങ്ങളൊക്കെ ഞാനായിരുന്നു എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ത് ലിമിറ്റ് ഒക്കെ എന്റെ ഉള്ളിലായിരുന്നു. അപ്പൊ ആ ലിമിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് നീക്കി. ആ സമയത്ത് എനിക്ക് അവസരങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങിയെന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ ആ സമയത്ത് എനിക്ക് ശരിയാണ്, പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഒരു ഫേസും ഇല്ല, ഒരു ക്ഷമയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് ആണ് പക്ഷെ അത് എനിക്ക് ഓപ്പൺ യൂണിവേഴ്സിറ്റി അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അവിടെ നിന്ന് ഞാൻ എന്നെ മനസ്സിലാക്കി, എന്നിന്റെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് പൊട്ടിച്ച് ഒഴിവാക്കിയപ്പോ സെറ്റായി. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്താ നമുക്കുള്ളിലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ എല്ലാ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് ഇങ്ങനെ ഒന്നില്ല അങ്ങനെ വിചാരിക്കും നമുക്ക് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ചിന്തകൾ മാറിയപ്പോ പക്ഷെ അന്ന് ഒരുപാട് അവസരങ്ങൾ കണ്ടു തുടങ്ങിയെന്നുള്ളതാണ്. അപ്പൊ അത് ഇന്നത്തെ സെഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം സമയം ഓൾമോസ്റ്റ് കുറെ ആയിട്ടുണ്ടല്ലേ? എന്താ പറയാ, സംസാരത്തിന് ഫോളോ നന്നായിട്ട് സമയം പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എല്ലാവർക്കും ജസ്റ്റ് 1 മിനിറ്റിന്റെ കൂടുതൽ പറയണ്ട കേട്ടോ. ബാക്കിയുള്ള ആരെയൊക്കെ നമുക്ക് എന്താ പറയാ പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം എന്നുള്ളതാണ്. അപ്പൊ ആ ഫസ്റ്റ് ആരും ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് എപ്പോഴും സമയം ജസ്റ്റ് നോക്ക്, കാരണം ടൈം നന്നായിട്ടുണ്ടല്ലോ, 9:52 ആയിട്ടുണ്ട്. 10 മണിക്കുള്ളിൽ നമുക്ക് ജസ്റ്റ് നിർത്താൻ എന്നുള്ളതായിരുന്നു. അപ്പൊ ഫസ്റ്റ് ആരാണ്? മ്യൂട്ടേക്കുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ലേ? ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മ്യൂട്ടേക്കാണ്. അപ്പൊ ആരില്ലേ? ഹിനക്ക് എന്താ പറയണ്ടോ ഹിന? അസ്സലാമലൈക്കും. ഞാൻ ഷിറിൻ നിങ്ങളെല്ലാവരും കാണുന്നത് ഈ ഷിറിൻ ഷഹാന പറയുന്ന ആളുടെ അനിയത്തിയും കൂടിയാണ്. ഞാൻ സഹാൻത ചെറുപ്പം മുതൽ വിളിച്ചിരുന്ന എൻ്റെ എത്താത്താണിത്. എൻ്റെ സൗണ്ട് ടീച്ചിങ് ചെയ്ത് കുറെ പോയിട്ടുണ്ട്. സോ ബെയർ വിത്ത് മീ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നമ്മൾ ജസ്റ്റ് ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരാളെന്ന് കേൾക്കുന്നത് മാത്രമായിട്ട് ഒരിക്കലും കൂട്ടരുത്. നമ്മൾ ഏത് വയസ്സിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മളൊരു ബിഗിനറായിട്ട് ഒരു സ്റ്റുഡൻ്റ് ഉള്ള രീതിയിൽ ജീവിതം എന്ന പാഠത്തിന് പഠിച്ചങ്ങോട്ട് മുന്നോട്ട് പോവുക. സോ എല്ലാവരും ഇങ്ങനത്തെ ഒരു യൂണിറ്റിയിൽ ഒരുമിച്ച് തന്നെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ ഒരു ഷിറിൻ ഷഹാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിറകില് അന്ന് ദൈവം ഇടപെട്ടിട്ടുള്ളത് ഇവളുടെ രൂപത്തിലേക്ക്.
അന്ന് കുഞ്ഞായിരുന്നു, ഇത്ര വലുപ്പമൊന്നുമില്ല, ചെറുതാ. അവളാ ഇങ്ങനെ നിരന്തരം ചോദിക്കണം, "അത് പഠിച്ചൂടെ, അവസരങ്ങളില്ലേ?" ഇങ്ങനെ ഓരോരോ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു തരും, ഓരോരോ സ്ത്രീകളെ കുറിച്ചിട്ട്. എന്റെ മൂത്ത മോളും, ചെറുത് പിന്നെ നല്ല പൊടിയാ. മൂത്ത മോളും ഞാൻ അങ്ങനെ അടുക്കളയിൽ ഇരുന്നിട്ട് വലിയ വലിയ ആഗ്രഹങ്ങൾ കുട്ടികളോട് ഇങ്ങനെ പറയായിരുന്നു. മീൻസ് ഒരിക്കലും എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. മക്കളിങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞി ചെയറിൽ അവരെ ഇരുത്തിയിട്ട് ഞാൻ അങ്ങനെ പറയും, മക്കളെ നമുക്കുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. എന്തിനാന്നുള്ളൂ, എന്താ അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് ഒന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് എന്തൊക്കെയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ കുറെ ആളുകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി സംസാരിക്കണം. പക്ഷെ അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നത് കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ പണം വേണം, പവർ വേണം. ആ ഒരൊറ്റ കാര്യം പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അന്ന് എന്റെ കുട്ടികളോട് ഞാൻ അത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊന്നു മക്കളെ, ഉമ്മക്കുണ്ടല്ലോ വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായിരിക്കും ചിലപ്പോ. മീൻസ് ഞാൻ ട്രെയിനിങ് ഫീൽഡിലേക്ക് വരണമെന്ന് ചിന്തിച്ചിട്ട് കൂടിയില്ല. ഞാൻ പിന്നീട് പഠിക്കുന്നോ അല്ലെങ്കിൽ ട്രെയിനർ ആവുന്നോ അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, മക്കളെ, ഇമ്മക്ക് പലതും ലോകത്തിന് വേണ്ടി ചെയ്യാണ്ട്, ഇമ്മ അതൊക്കെ ചെയ്തോളാം. പക്ഷെ ഇമ്മന്റെ വിദ്യാഭ്യാസത്തിനെതിരെ ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോ അവിടെ എനിക്കുണ്ടല്ലോ നിങ്ങളെ മുന്നിൽ നിർത്തണം. അതിനോട് ഇമ്മന്റെ മക്കൾ നല്ലോണം പഠിക്കണം. എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ പഠിക്കണം. ഇമ്മന്റെ കുട്ടികൾ ഫ്രണ്ടിൽ നിന്ന് തന്നാ മതി, ഇമ്മ എന്താക്കിക്കോളാം, പിറകിൽ നിൽക്കാം. അപ്പോ സത്യം പറഞ്ഞാല് ഭയങ്കര സന്തോഷമായി. കഴിഞ്ഞ ആഴ്ച ഹിനനെ മിനിയാന്നാണ് നമ്മള് ഗ്രൂപ്പിലേക്ക് എടുത്തിട്ടുള്ളത്. ആ ഒരു സമയം തന്നെ പണ്ട് ഞാൻ കണ്ടിട്ടുള്ള സ്വപ്നമുണ്ട്. പണ്ട് ഞാൻ കണ്ട സ്വപ്നം എന്ന് പറയുമ്പോൾ ഒന്ന് ഞാന്, ഒന്ന് ഹീന, പിന്നെ 2 കുട്ടികൾ. ആ ഒരു രീതിയിലായിരുന്നു പണ്ട് സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു പോസ്റ്റിലേക്ക് അവള് വന്നപ്പോ ഭയങ്കരമായിട്ട് ഒരു പവർ കിട്ടാന്ന് പറയില്ലേ, ആ ഒരു സന്തോഷം ഉള്ളിൽ നിന്നും ഫീൽ ചെയ്തു. മൂത്ത മോളാണെങ്കിലും ഇപ്പൊ ട്രെയിനർ ആവാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഉള്ളിൽ വിഷ്വലൈസേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് പറയും, അമ്മ അമ്മ. ഞാൻ പറയും, മൂസാ നബി അലൈഹി സ്വലാമയോട് പഠിച്ചോ പറഞ്ഞ രീതിയിൽ നീ പോയി പ്രവർത്തിച്ചു. മീൻസ് നീ തന്നെ ടൂൾസിൽ വർക്ക് ചെയ്യും, നീ തന്നെ ചെയ്യാനുള്ള ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് നിന്റെ സമ്മതം കിട്ടിയാലോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും അങ്ങനെ ഞാൻ അങ്ങോട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് കൊടുക്കൂല. എന്നിരുന്നാൽ പോലും അവളാണെങ്കിലും ഒക്കെ ഇവിടേക്ക് എത്താനുള്ള ആളുകളാന്നുള്ളത് അറിയാം. ഇന്നല്ലെങ്കിൽ നാളെ. അതാണ് പ്രതീക്ഷ, അതാണ് വിശ്വാസം, അല്ലെ? ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത്, സത്യം പറഞ്ഞാൽ ഈ അദിലിയാസ് ബിൽഡ് ചെയ്തിരുന്ന ആ ഒരു സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനത്തെ ഡിസ്കഷൻ ഒക്കെ ആണ് ഇവിടെ വരാന്നുള്ളത് ഞാൻ പോലും സ്വപ്നം കണ്ടിട്ടില്ല. ഫസ്റ്റത്തെ അദിലിയാസിന്റെ വീഡിയോ, ഫസ്റ്റത്തെ കാൽവെപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബാഗ് ഗ്ലൂ ഗൺ കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ടാക്കിയിട്ട് അത് ആളുകളിലേക്ക് എത്തിക്കാന്നുള്ളതേനു. എന്തിനാ? അതിലൂടെ ഫേമസ് ആവാം, അതിലൂടെ പൈസ ഉണ്ടാക്കാം, അതിലൂടെ കുറെ പവർ നേടാം, ഫോളോവേഴ്സിനെ നേടാം, എന്നിട്ട് ആളുകളോട് സംസാരിക്കാനുള്ളത് മുഴുവൻ സംസാരിക്കാം. പക്ഷെ അവിടെ നിന്നും പഠിച്ചോൺ എത്ര മനോഹരമായിട്ടാണ് ആ ഒരു ട്വിസ്റ്റ് ഇട്ടെന്നത് നോക്കി നിങ്ങള്. ആ ഒരു ട്വിസ്റ്റ് ഇട്ടെന്നിട്ട് പഠിച്ചോൺ എന്താ ചെയ്തത്? മോളെ, ഇങ്ങനല്ലേ ഈ സംസാരിക്കേണ്ടത്, ആ ഒരു സംസാരത്തിന്റെ ടോണേ മാറ്റി തന്നു. നീ എന്തിനെ കുറിച്ച് സംസാരിക്കണം, നീ എന്തായിട്ട് സംസാരിക്കണം. ഞാനൊരു കുഞ്ഞ് ആക്ഷൻ എടുത്തിട്ടുള്ളൂ ഈ ഒരു വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട്. ഈ ഒരു വീടിന്റെ ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ഞാൻ ആക്ഷൻ എടുത്തത്. കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ആക്ഷൻ എടുത്തത്. കുറവുകളിലേക്ക് നോക്കിയിട്ടില്ല. സംസാരിക്കാൻ അറിയില്ലായിരുന്നു, വല്ലാഹി സംസാരിക്കാൻ അറിയില്ലായിരുന്നു. യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, ഇപ്പോഴും നിങ്ങൾക്ക് അവിടെ പോയി കാണാം. ഫസ്റ്റിലിട്ട വീഡിയോ, ആ ഫസ്റ്റിലിട്ടുള്ള വീഡിയോസ് നിങ്ങളൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൽ എങ്ങനെയായിരുന്നു ഷിറിൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കേൾക്കാം. ഒരിക്കലും ഷിറിൻ എനിക്ക് പറ്റൂലല്ലോ, എനിക്ക് അതിനുള്ള കഴിവില്ലല്ലോ, എനിക്ക് അതിനുള്ള കുറവുകളില്ലേ ഉള്ളൂ ചിന്തിച്ചിട്ടില്ല. ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഇന്നെ കൊണ്ട് പറ്റും, അത് മാത്രമേ ഞാൻ വിശ്വസിച്ചിട്ടുള്ളൂ. ഇന്നെ കൊണ്ട് പറ്റും. ആ ഇന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് അവിടെ അത്രയും പവറിൽ പറയാൻ കാരണം എന്താ അറിയോ? ഷിറിൻ ഇറങ്ങിയത് ഷിറിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, അതായിരുന്നു ഷിറിയുടെ ധൈര്യം. ഷിറി ഒരിക്കലും ഷിറിനെ കണ്ടിട്ട് പറഞ്ഞിട്ടില്ല. ഷിറിന്റെ കുട്ടികൾക്ക് പോലും, മക്കളെ നമുക്ക് പൈസ ഉണ്ടാക്കണം എന്ന് പറയുമ്പോ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ലാവിഷ് ആവാനും പറഞ്ഞു കൊടുക്കലില്ല. മക്കളെ, പൈസ ഇല്ലാത്തതിന്റെ വീട്ടിൽ കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട് അറിയോ? അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താക്കണം? പൈസ ഉണ്ടാക്കണം. അതേ പറഞ്ഞു കൊടുത്തു. അതാണ് ഷിറിന്റെ വിശ്വാസം, അതാണ് ഷിറിന്റെ ശക്തി എന്ന് പറയുന്നത്. അങ്ങനെയാവണം നമ്മള്. എടോ, നമുക്ക് വേണ്ടി ജീവിക്കാൻ എല്ലാവർക്കും പറ്റും, ആർക്കാ പറ്റാത്തത്? എല്ലാവർക്കും പറ്റൂലേ? എന്നാല് നമ്മുടെ ജീവിതം കൊണ്ട്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നമ്മുടെ പ്രവർത്തനങ്ങൾ മാറുന്നത് എപ്പോഴാണോ അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ആ ദൈവം പറഞ്ഞിട്ടുള്ള ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് നമ്മൾ മാറുന്നത് അപ്പോഴാണ്. അവനവന് വേണ്ടി ജീവിക്കാൻ എല്ലാവർക്കും പറ്റൂലേ? എന്നാൽ ദാഹിക്കുന്ന ഒരുവന് മുമ്പിൽ നിങ്ങളുടെ ഒരു പ്രവർത്തനം കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊണ്ടേ കൊടുക്കുമ്പോ, അത് അവർ കുടിക്കുമ്പോ അവർക്ക് മുമ്പിൽ നിങ്ങൾ ദൈവതുല്യരായില്ലേ? ദാഹം മാറിയോ?
വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുമ്പോ, സങ്കടപ്പെടുന്നവന്റെ കണ്ണുനീര് തുടച്ചു കൊടുക്കുമ്പോ നിങ്ങൾ അവിടെ ദൈവത്തിന്റെ ആ ഒരു പ്രതിനിധിയായിട്ടല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണത്, അല്ലേ? അപ്പോ ആ ഒരു രീതിയിലൊക്കെ നമ്മുടെ ഉള്ളില് കാര്യങ്ങൾ ഇങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമ്മളെ കുറിച്ച് കൂടുതൽ സമയം ചിന്തിക്കുക. അതുകൊണ്ടാണ് ദൈവം അത്രത്തോളം ചിന്തിക്കുന്നില്ലേ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത്. അതും വെറുതെ തലകൊണ്ട് ചിന്തിക്കാനല്ല, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന പറയുന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പ്രവർത്തനത്തിൽ കൊണ്ടുവരാനും പറ്റട്ടെ എന്ന് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ്.